എമ്പുരാനിൽ നിന്നൊഴിവാക്കിയത് 24 ഭാഗങ്ങൾ. സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ പൂർണ്ണമായും ഒഴിവാക്കി. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന സീൻ നീക്കി. ഇതിനു പുറമെ പ്രധാന വില്ലൻ്റെ പേര് ബൽദേവ് എന്നാക്കിയും എൻഐയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്തുമാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യ വെട്ട് സുരേഷ് ഗോപിക്കിട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് താങ്ക്സ് കാർഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് നീക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കട്ട് ചെയ്യപ്പെട്ട മറ്റ് ഭാഗങ്ങൾ എന്തൊക്കെയാണ് പ്രജിത്ത്? അനിൽ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത് വോളണ്ടറി എഡിറ്റിംഗിന്റെ ഭാഗമായിട്ട് ആ രീതിയിൽ വോളണ്ടറി ഡിലീഷൻ അഡീഷൻ ആ ഒരു അതായത് സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെയാണ് വോളണ്ടറി ആയിട്ട് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഭാഗങ്ങൾ ഒഴിവാക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പേര് അതിൽ നന്ദിക്കാടിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഒപ്പം എമ്പുരാനിൽ നിന്ന് ആകെ ഒഴിവാക്കിയത് 24 ഭാഗങ്ങളാണ്. 24 ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ 2 മിനിറ്റ് 08 സെക്കൻഡ്സ് ഇതിൽ മൊത്തത്തിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. അതിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമ സീനുകൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന സീനുകൾ നീക്കിയിരിക്കുന്നു. ഈ പ്രധാന വില്ലന്റെ പേര് ആദ്യമുണ്ടായിരുന്ന ബൽദേവ് എന്ന പേര് തന്നെ സിനിമയിൽ ഉടനീളം ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. എൻഐയെ കുറിച്ചുള്ള പരാമർശം മ്യൂട്ട് ചെയ്തിരിക്കുന്നു. നന്ദിക്കാടിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേര്, അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ കഥാപാത്രവും അച്ഛൻ കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണം ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം വില്ലന്മാർ നടത്തുന്ന പല പരാമർശങ്ങളും ഈ ഘട്ടത്തിൽ ഒഴിവാക്കിയിരിക്കുന്നു. അങ്ങനെ ആകെ 2 മിനിറ്റ് 08 സെക്കൻഡ്സ് ആണ് ഈ പറയുന്ന രീതിയിൽ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. മറ്റ് വില്ലന്മാരുടെയൊക്കെ മറ്റു ചില സീനുകളും ഒക്കെ ഇങ്ങനെ പല ഭാഗങ്ങളിലായി ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ചില മത ചിഹ്നങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. മത സ്ഥാപനങ്ങളുടെ ചിത്രങ്ങൾ അത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സ്വന്തം താല്പര്യപ്രകാരം ഒരു സമ്മർദ്ദവുമില്ല എന്ന രീതിയിൽ തന്നെ വ്യക്തമാക്കിക്കൊണ്ട് പ്രൊഡ്യൂസർ അടക്കമുള്ളവർ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ അടക്കമുള്ളവർ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എമ്പുരാന്റെ ഭാഗങ്ങൾ ഒഴിവാക്കിയ ഭാഗങ്ങളുടെ കൃത്യമായ കണക്കാണ്, 24 ഭാഗങ്ങളുടെ കണക്കാണ് ഇപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ സർട്ടിഫിക്കറ്റ് പുറത്തുവിട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഒഴിവാക്കിയ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തമായിരിക്കുന്നു. ഇനി ഇത് ഇന്ന് വൈകുന്നേരത്തോടെയെങ്കിലും തിയേറ്ററുകളിൽ ഈ സിനിമ എത്തുമോ എന്നുള്ളതാണ് ഈ ആകാംക്ഷ ജനിപ്പിക്കുന്നത്. അനിൽ നമ്പ്യാർ. എമ്പുരാനിൽ നിന്ന് ഒഴിവാക്കിയത് 24 ഭാഗങ്ങൾ. സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ പൂർണ്ണമായും ഒഴിവാക്കി. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന സീൻ നീക്കി. ഇതിനു പുറമെ പ്രധാന വില്ലൻ്റെ പേര് ബൽദേവ് എന്നാക്കി. എൻഐയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്തു. പ്രജിത്ത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.